വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ? നടന്നിട്ട് വേഗം വീട്ടിൽ തിരിച്ചെത്തണമെന്ന്. കാരണം മക്കൾ ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ സമയമായിട്ടുണ്ട്. അതിന് മുന്നേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണമെന്ന്. അപ്പം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോയാലോ സ്പെഷ്യൽ ഉണ്ടാക്കാൻ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാവോ? ഒരു ഒഡീഷ്യൻ ഡിഷാണ്. ഇതിൻ്റെ പേരാണ് കക്രാപിത്ത. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കക്രാപിത്ത എന്നൊക്കെ? അപ്പോൾ ഇതൊരു ഒഡീഷ്യൻ ഡിഷാണ്. ഇവിടെ ഒരു ദീദിയുണ്ട്. ഒരു തവണ ഇവിടെ സ്വീറ്റ് കോമ്പറ്റീഷൻ്റെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഡിഷ് ഇതായിരുന്നു കേട്ടോ. അന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്തവരെല്ലാവരും പറഞ്ഞായിരുന്നു ഫസ്റ്റ് കിട്ടുമെന്ന്. എല്ലാവരും പറഞ്ഞ പോലെ ആ ദീദിക്ക് തന്നെ ആയിരുന്നു ഫസ്റ്റ് കിട്ടിയത്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഹോളിക്ക് ഓരോരുത്തരും ഓരോ ഡിഷ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഈ ദീദി ഇത് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്, കാക്രാപ്പിത്ത. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് കേട്ടോ. നമ്മുടെ നാട്ടിലെ കൊഴുക്കട്ട പോലൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ നാട്ടിൽ കൊഴുക്കട്ട എന്ത് ചെയ്യണേ ഗോതമ്പൊടിയിലും അരിപ്പൊടിയിലും ഉണ്ടാക്കുന്നെങ്കിൽ ഈ സാധനം ഉണ്ടാക്കുന്നത് റവയിലാണ് കേട്ടോ. ചൂടുവെള്ളത്തിനകത്തോട്ട് കുറച്ച് നെയ്യും ജീരകവും ഉപ്പും ഇട്ടിട്ട് ഈ റവ കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുന്നതിനകത്താണ് ഈ ടേസ്റ്റ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ തേങ്ങയ്ക്കകത്തോട്ട് ശർക്കരയും ഏലക്കപ്പൊടിയും, ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര, ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയും ക്യാഷും എല്ലാം ചേർത്തിട്ട് ഈ റവയ്ക്കുള്ളിൽ ഇത് നിറയ്ക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ കൊഴുക്കട്ടയൊക്കെ സ്റ്റീം ചെയ്തല്ലേ എടുക്കുന്നത്. ഇത് നല്ലപോലെ എണ്ണയ്ക്കകത്തിട്ട് വറുത്താണ് എടുക്കുന്നത് കേട്ടോ. ചിലരിത് ചെറിയ ബ്രൗൺ കളറും ചിലത് നല്ലപോലെ ബ്രൗൺ ആകാനും ഒക്കെ ഇരിക്കും കേട്ടോ. എന്തായാലും ടേസ്റ്റാണ്. എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് പോലെ ആയാലും ആറിക്കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കാക്രാപിത്ത.